കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. കാലങ്ങളോളം മൂളി നടക്കാൻ മലയാളികൾക്ക് പാട്ടുകളുടെ വസന്ത ഋതു ഒരുക്കിയ സംഗീത സംവിധായകൻ MK അർജുനന്റെ ഓർമ്മദിനത്തിൽ ആകാശവാണിയുമായി അദ്ദേഹം പങ്കുവച്ച ഓർമ്മകളിലൂടെ സംഗീത ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നിർണായകമായ വഴിത്തിരിവുകൾ സൃഷ്ടിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമാണ് മുഖ്യമായും ഈ ഓർമ്മകൾ. ജീവിക്കാൻ മാർഗമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു രാമൻ വൈദ്യർ എന്ന് പറഞ്ഞ ഒരു ആളിൻ്റെ സഹായത്തിലൂടെ ഒരു ആശ്രമത്തിൽ ചെന്നുപെടുകയുണ്ടായി. ആശ്രമം എന്ന് പറഞ്ഞാൽ അത് പഴനിയിലെ ജീവകാരുണ്യ ആനന്ദാശ്രമം. തീർത്തും ദരിദ്രമായ സാഹചര്യത്തിൽ നന്നേ ചെറുപ്പത്തിൽ വിദൂരസ്ഥമായ ഒരാശ്രമത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ബാല്യകാലത്തിൽ നിന്നും ആ ഓർമ്മകൾ തുടങ്ങുന്നു. അവിടെ ഈ വൈകുന്നേരം ഭജൻ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കും. അങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ആ സ്വാമിക്ക് തോന്നിയത് പാട്ടിൽ താല്പര്യമുള്ള പിള്ളേരെന്ന് പറയാൻ ഞാനും എൻ്റെ ജ്യേഷ്ഠനും. അങ്ങനെ അവിടെ കുമരയ്യ പിള്ളൈ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗവതരുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അങ്ങേരെ വിളിപ്പിച്ച് ഞങ്ങളെ ശിഷ്യപ്പെടുത്തി. അവിടെ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആശ്രമ ജീവിതം തീർന്ന് വരുന്ന കാലഘട്ടത്തിൽ ഇവിടമായിട്ട് കേരള കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എന്നും പറഞ്ഞ് രാഘവ മേനൻ തൃപ്പൂണിത്തുറ അവിടെ ചേർന്നു. പിന്നെ വിജയരാം മാഷ്, എല്ലാ തരത്തിലുമുള്ള നാടക പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര നഗരമായിരുന്നു അന്ന് കൊച്ചി. തലയെടുപ്പുള്ള നാടക പ്രവർത്തകരുടെ തീക്ഷ്ണ സാന്നിധ്യം കൊണ്ട് തിളച്ചുമറിയുന്ന ആ നഗരമായിരുന്നു MK അർജുനന്റെ അടുത്ത ആസ്ഥാനം. കുങ്കുമപ്പൂക്കൂടക്കാരി തങ്കപാദസരക്കാരി, കുങ്കുമപ്പൂക്കൂടക്കാരി തങ്കപാദസരക്കാരി, അന്തിമാടത്തെ മുറ്റത്തു നിൽക്കുന്ന സിന്ദൂര വിൽപ്പനക്കാരി, അന്തിമാടത്തെ മുറ്റത്തു നിൽക്കുന്ന സിന്ദൂര വിൽപ്പനക്കാരി, കുങ്കുമപ്പൂക്കൂടക്കാരി തങ്കപാദസരക്കാരി. കൊച്ചിയിൽ ഞാൻ കലാരംഗത്തേക്ക് വരുന്ന കാലഘട്ടത്തിൽ എറ്റിമാഷ് എന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദൻകുട്ടി, PJ ആന്റണി, അങ്ങനെ അവരൊക്കെ ആയിട്ട് കണ്ടുമുട്ടാനും പരിചയപ്പെടാനുള്ള ഒരു സന്ദർഭം കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ നാടകത്തിൽ എന്നെ ഒരു നാടകത്തിന് വേണ്ടി ഹാർമോണിയം വായിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ വേറെ ആരോ വായിക്കുന്നുണ്ട്. അപ്പൊ ആ നാടകം കണ്ടിട്ട് അടുത്ത നാടകം പോലെ റിഹേഴ്സൽ ചെയ്തിട്ട് നമുക്ക് സഹകരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ക്യാമ്പിൽ ചെന്നു. അന്ന് എനിക്ക് PJ ആന്റണിനെ വലിയ പരിചയമൊന്നുമില്ല. അപമാനങ്ങളും അവമതികളും ഏറ്റുവാങ്ങിയ ആ നാടകകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ. എൻ്റെ ഒരു സുഹൃത്താണ് ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് പയ്യനാണ്, ഒരു വയലിസ്റ്റ്. എന്നെ കൊണ്ടുപോയി പോകാനുള്ള സമയമായപ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി കയറാൻ പറഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കയറി. അപ്പൊ ഞാൻ PJ ആന്റണിയായിട്ട് യാതൊരു പരിചയമില്ലാത്തൊരു കാലഘട്ടമാണ്. ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോ ഈ ചെറുക്കനേതാന്ന് ചോദിച്ചു. അപ്പൊ ഷെരീഫ് പറഞ്ഞു, ഇത് നമ്മുടെ നാടകത്തിന്റെ ജോസ് പോയതിനു ശേഷം വായിക്കേണ്ട ആളാണ്. അപ്പൊ ജോസ് ഇന്നുകൂടെ ഇല്ല, അതിനൊന്ന് നാടകമൊക്കെ ഒന്ന് കാണിച്ച് പോകാം, അങ്ങനെയാണ് കൊണ്ടുവന്നത്. അതൊരു പ്രശ്നമായി. എന്റെ അനുവാദം കൂടാതെ നമ്മുടെ വണ്ടിയിൽ എന്തിനാ ആളെ കയറ്റിയത്? ഭയങ്കര വഴക്കായി, പ്രശ്നങ്ങളായി. അന്ന് നാടകം കാണാനൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. ഒരു കണക്കിന് അവരുടെ കൂടെ നിൽക്കണമല്ലോ, എനിക്ക് വരണ്ടേ.
അങ്ങനെ നാടകം കഴിഞ്ഞ് നോർത്ത് ലോഡ്ജിൽ വന്നു. അന്ന് നോർത്ത് ലോഡ്ജിലാ ക്യാമ്പ്. വളരെ വേദനയോടെ ഇരിക്കുമ്പോൾ ഒത്തിരി താമസിച്ചു. അപ്പൊ ഇവര് വരാനൊക്കെ താമസിച്ചു. ഞാൻ അങ്ങനെ തന്നെ അവിടെ ഒരു ചെറിയൊരു പായ ഉണ്ടായിരുന്നു, അവിടെ കിടന്നുറങ്ങിയപ്പോ ഒരു 2-2:30 മണിയായപ്പോ വന്നു ആര് പീജൻ. അങ്ങനെ ഷെരീഫ് വിളിച്ചു, ഷെരീഫേ ആ ചെറുക്കൻ എന്തേ അവിടെ കാണണം കിടക്കുമ്പോൾ എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഉറക്കം വരുന്നില്ല, ചുമ്മാ കിടക്കുകയാണ്, വിളിക്കാൻ പറഞ്ഞു. ഷെരീഫ് വന്ന് പറഞ്ഞൊരു ആൻറ്റിച്ചേട്ടൻ വിളിക്കണം എന്ന് പറഞ്ഞു. നാളെ കാണാന്ന് പറയുന്നു. ഞാൻ അങ്ങനെ അവര് ഇവിടെ വന്ന് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ നിങ്ങൾ ആരാണെന്ന് അറിയാൻ പാടില്ല, എന്തിനു വന്നാന്ന് അറിയാൻ പാടില്ല, ഞാൻ നിങ്ങളെ കൊണ്ടുവരാനും പറഞ്ഞിട്ട് എന്തായാലും അത് വലിയ പ്രശ്നമാക്കണ്ട, നമുക്ക് സ്നേഹത്തോടെ തന്നെ പിരിയാവും, നാളത്തെ നാടകത്തിന് വന്നം. അങ്ങനെയാണ് ഇയാളോട്ട്. അതിനുശേഷം ആ നാടകത്തിന് തലയോടും ചെരുപ്പ് എന്ന നാടകത്തിന് ഞാൻ അങ്ങേർക്ക് വേണ്ടി പാട്ടുണ്ടാക്കി. നാടകത്തിന് അന്ന് മണവളം ജോസഫ് അവരെല്ലാവരും സഹകരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു നാടകം കഴിഞ്ഞ് ഒരു നാടകത്തിന് അഭിനയിക്കാമെന്നും ചോദിച്ച്, ഇതിനു മുൻപെല്ലാം ഒരു സന്ദർഭം വന്നപ്പോൾ അഭിനയിക്കാമെന്നും പറഞ്ഞ് ഉണ്ണിയാർച്ച അതിന് പോയി കണ്ട് പറഞ്ഞ് പിരിഞ്ഞു പോന്നു. ആ ഉണ്ണിയാർച്ച നാടകത്തില് ചെറിയ ഉണ്ണിയാർച്ചയായിട്ട്, അത് പിന്നെ ചെറുപ്പപ്രായം 10-12 വയസ്സുള്ള പ്രായത്തിലേക്ക് വേണ്ടി പറ്റുമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അവരഭിനയിച്ചൊന്നും നോക്കിച്ചില്ല, പക്ഷെ അത് പിന്നീട് അങ്ങനെ നടന്നില്ല. പിന്നെയുള്ള സംഭവം ഇതാണ്. പിന്നീട് വരുന്ന ഈ പ്രശ്നമാണ്. അവിടെ നിന്ന് പിന്നെ ഒത്തിരി നാടകങ്ങൾ അങ്ങനോട് സഹകരിച്ച് അച്ചുതണ്ടിൽ തിരിയുന്ന ഭൂഗോളം, ഞാനതിലെരിയുന്ന തീഗോളം, ഗോളത്തിലുള്ളൊരു മാനസ പൊയ്കയിൽ താമസമുണ്ടൊരു ഹംസം, കളഹംസം. നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള ചുവടുമാറ്റത്തിന് തികഞ്ഞ നാടകീയതയുണ്ടായിരുന്നു. MK അർജുനൻ തുടരുന്നു. ആ കാലഘട്ടത്തിലാണ് സിയോന്റെ ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു ശിവദാസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ, പിന്നെ നമ്മുടെ ഈ പോളിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ലാലിന്റെ അച്ഛൻ, പിന്നെ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ അലക്സ് പോളിന്റെ അച്ഛൻ. അങ്ങനെ ആ പോളിയേട്ടനുമായിട്ട് എനിക്ക് വലിയ സ്നേഹമായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ ഇങ്ങനെ പല സുഹൃത്തുക്കളും നമുക്ക് വന്നു ചേർന്നു. ആ കൂട്ടത്തിൽ പള്ളൻ, ഗോവിന്ദൻകുട്ടി, ഒത്തിരി കലാകാരന്മാരുണ്ട്. ആദ്യ ചിത്രം കറുത്ത പൗർണമി. CP ആന്റണി എന്ന് പറഞ്ഞിട്ടൊരു നാടകൃത്തുണ്ടായിരുന്നു. നാടകൃത്താണ്, പാട്ടെഴുതും, പിന്നെ നാടകം അഭിനയിക്കും. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പറ്റപ്പോഴൊക്കെ കണ്ടുമുട്ടിയും വന്നും പോയൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പടം വന്നു. അതാണ് ബർണാഡ് ഷാ പ്രൊഡക്ഷൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കറുത്ത പൗർണമി. അത് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് CP നമ്മളെ കുറെ സുഹൃത്തുക്കളുണ്ട്. CP ഉണ്ട്, രവീന്ദ്രനുണ്ട്, പിന്നെ നമ്മുടെ ഒരു നടൻ ജോൺസൺ, ഇങ്ങനെ പലരും ഉണ്ട്. തനിക്കൊരു പടം വന്നിട്ട് കേട്ടാ. ഞാൻ പറഞ്ഞു ഏത് പടം? ഇങ്ങനെ കറുത്ത പൗർണമി പറഞ്ഞ് ഒരു പടം വരുന്നുണ്ട്, ഒരു പക്ഷെ പാട്ട് ചെയ്യേണ്ടവർ. ഞാൻ പറഞ്ഞു ചെയ്യാന്ന്. ആരാ കവിതയൊക്കെ എഴുതുന്നത്? ഭാസ്കര മാഷാണെന്നോ? ഭാസ്കര മാഷ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പേടിയായി. കാരണം അവരെവിടെ കിടക്കും, നമ്മൾ ഇങ്ങനെ സാധാരണ കൊച്ചു നാടകങ്ങളൊക്കെ അല്ലേ വർക്ക് ചെയ്യണം. എന്തായാലും കുറെ മാസങ്ങൾ കഴിഞ്ഞ് അത് വന്ന് ചേർന്ന് അവരിവിടെ വന്ന് 68-ലാണ്. അങ്ങനെ നമ്മുടെ ഭാസ്കര മാഷും ബാബുരാജും തമ്മിലാണ് അന്നത്തെ പടങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അവർ തമ്മിൽ. അപ്പോൾ അതിനകത്തുള്ള ഈ പിന്നെ പ്രൊഡക്ഷനിലുള്ളവർക്ക് തന്നെ പൈസ മുടക്കുന്നവർക്ക് പല രീതിയിലുള്ള, അതായത് ബാബുരാജ് വേണം, ബാബുരാജ് ഭാസ്കര മാഷ് ആകുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ആരും തിരിയണ്ട. ഇതൊരു പുതിയ ആളെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം. അപ്പൊ ഈ CPN എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞ് എന്തായാലും അയാളെ നിങ്ങൾക്ക് വിളിച്ചു നോക്ക്, എന്നിട്ട് എന്തെങ്കിലും അയാൾ ചെയ്യുന്നത് കൊള്ളൂല്ലെങ്കിൽ നമുക്ക് പറഞ്ഞേക്കാം, അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ അതിന് ഗ്യാരണ്ടി തന്നതാണെന്ന്. ഇപ്പൊ ഒരു ഭാസ്കര മാഷ് വന്ന് കവിത എഴുതാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞു, മാഷ് പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ബാബുരാജ് വേണമെന്നും, ഇവിടെ ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംഗീത സംവിധായകനായിട്ടൊരു പയ്യൻ വരുന്നുണ്ട്. അയാൾ കൊച്ചു നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പാട്ടൊക്കെ ഉള്ള, അതുകൊണ്ട് അയാളെ വേണമെന്നൊരു കൂട്ടർ, എന്ത് വേണമെന്ന് മാഷ് തീരുമാനിക്കണം. മാഷ് പറഞ്ഞു ഞാൻ എന്ത് പറയാനാണ്, നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അയാൾ വരട്ടെ, ഒരു 2-3 പാട്ട് ഞാൻ കൊടുക്കാം, ആ പാട്ട് നമ്മൾ കേട്ടിട്ട് നമുക്ക് അതിന് വിലയിരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കറുത്ത പൗർണമില്ല 3 പാട്ട്, 3-4 പാട്ടുകൾ ആദ്യം കമ്പോസ് ചെയ്തു. ഒന്ന് മാനത്തിൻ മുറ്റത്ത്, അത് ഇതേപോലെ തന്നെ പിന്നെ ഈ മാനത്തിൻ മുറ്റത്ത് കവിത തന്നു. പിന്നെ അന്ന് നമ്മളെ ഫോർട്ട് കൊച്ചി റെസ്റ്റ് ഹൗസ് ആണ്, അവിടെയാണ് ബീച്ചിലെ ആദ്യത്തെ പാട്ട് ആ കടപ്പുറത്തിരുന്നാ ഉണ്ടാകും. മാനത്തിൻ മുറ്റത്ത് മഴവില്ലഴകെട്ടും മധുമാസ സന്ധ്യകളെ, കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ.
സ്നേഹിതന്മാരെ കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലല്ലോ, നമുക്ക് കേൾപ്പിക്കാം. അപ്പൊ ഭാസ്കരൻ മാഷ് ഇവിടെ പറഞ്ഞു മാനത്തിന് മുറ്റത്ത് ശരിയായിട്ടുണ്ട്, അടുത്ത കവിത എന്നാ ഇത് കൊടു എന്ന് പറഞ്ഞ് ഹൃദയമൊരുങ്ങി. രണ്ടാമത്തെ പാട്ട് അത് തന്നു, അത് ചെയ്തു. അന്ന് വൈകുന്നേരം മാഷും പരിവാരങ്ങളൊക്കെ വന്നു. കേട്ടിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. അവര് കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം പൊൻകിനാവിൻ പുഷ്പം അത് ഇതുപോലെ തന്നെ. അപ്പൊ ഈ പൊൻകിനാവ് കൊണ്ടുപോയിട്ട് എങ്ങും പോയില്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ് കവിത തന്നിട്ട്. അതെ, കമ്പോസിങ് വേണമെങ്കിൽ തുടങ്ങിക്കോ കേട്ടോ, നമുക്ക് ഞങ്ങളിവിടെ മൂലക്ക് ഇരുന്നോളാന്നൊക്കെ പറഞ്ഞ് ഇവർ ഇരിക്കണമെങ്കിൽ കമ്പോസിങ് എങ്ങനെയാണ് ഇയാൾ ചെയ്യുന്നത് അറിയാനായിരിക്കാം. അപ്പൊ നമ്മള് വലിയ വാരി വിളിച്ച് പാടിയില്ലേ, അന്നൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ, പോയി വരൂ നീ പ്രാണസഖി, പ്രാണസഖി. ആ പാട്ട് കേൾക്കും. ആയിരം ആയിരം ആശകളണിയ പൂവിരിക്കും വഴിയിൽ കൂടി നീലമുകിലുകൾ കണ്ണീരോടെ താലമെടുക്കും നിഴലിൽ കൂടി പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ, പോയി വരൂ നീ ആത്മസഖി, ആത്മസഖി. നമ്മുടെ സ്നേഹിതന്മാരൊന്നും ഒന്നും വിട്ടു പറയുന്നില്ല. എന്താ സംഭവിക്കാൻ പോണ സിനിമയല്ലേ. അവരെല്ലാം പോയതിന് ശേഷം അപ്പൊ അവര് താമസിക്കുന്ന അന്ന് നമ്മള് ലാബല്ല ഹോട്ടൽ എന്ന് പറയും, കപ്പുണ്ട്. ഇന്ന് അതൊരു ഹോസ്പിറ്റലാ, രാജേന്ദ്ര സാൻഡർ ഹോസ്പിറ്റലാ. പോയിട്ട് ദിവസം പറഞ്ഞ് ധൈര്യമായിട്ട് റെക്കോർഡിങ്ങിനുള്ള മറ്റുള്ള കാര്യങ്ങൾ നോക്കിയോ എന്ന് പ്രൊഡ്യൂസറോട് പറഞ്ഞ് തന്നെ നിശ്ചയിച്ച് അങ്ങനെയാണ് അതിൽ മറ്റുള്ള പാട്ടുകളൊക്കെ പല സ്ഥലത്തുമായിട്ട് പിന്നെ കമ്പോസിങ് നടത്തിയത്. വസന്ത പാടിയ പൊന്നിലഞ്ഞിൽ ചോട്ടിൽ വെച്ചൊരു കിന്നരനെ കണ്ടെന്നുള്ളത്. ചോട്ടിൽ വെച്ചൊരു കിന്നരനെ കണ്ടു, കണ്ടിരിക്കെ കൺമുനകൾ കരളിൽ വന്നു കൊണ്ടു, കരളിൽ വന്നു കൊണ്ടു. പൊന്നിലഞ്ഞി ചോട്ടിൽ വെച്ചൊരു കിന്നരനെ കണ്ടു, കണ്ടിരിക്കെ കൺമുനകൾ കരളിൽ വന്നു കൊണ്ടു. പിന്നെ ഒരു ഡൂയിട്ടുണ്ട് ശിശുവിനെ പോലെന്നും പറഞ്ഞിട്ട്, ജാനകിയമ്മയും പിന്നെ യേശു. അങ്ങനെ ആ ഭാസ്കരൻ മാഷ് പറയുകയാണ്, ഞാൻ ബാബുരാജിനെ വിളിച്ചാൽ മതി, നമുക്ക് ഇതിന് ബുദ്ധിമുട്ടാണെന്നും പറ്റില്ല, അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ സിനിമാ രംഗത്തേക്ക് വരാൻ ഈ കിട്ടിയ സന്ദർഭം പോയെന്നെ. അങ്ങനെ ഒരു നിമിത്തം ഉണ്ടായിരുന്നു ഭാസ്കരൻ മാഷ്. ചോട്ടിൽ വെച്ചൊരു കിന്നരനെ കണ്ടു. തന്റെ സംഗീത ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളെക്കുറിച്ച് യശശരീരനായ സംഗീത സംവിധായകൻ MK അർജുനൻ പങ്കുവച്ച ഓർമ്മകൾ നാളെ തുടർന്ന് കേൾക്കാം. നിർവഹണം KV ശരത്ചന്ദ്രൻ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.